നമസ്കാരം, കൊയിലാണ്ടി ന്യൂസ്.com സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊയിലാണ്ടി മർച്ചന്റ് അസോസിയേഷനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊയിലാണ്ടി യൂണിറ്റും ഒന്നിക്കുന്നു. യാതൊരു ഉപാധികളുമില്ലാതെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കച്ചവടക്കാരുടെ സംഗമം 18-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ടൗൺ ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. സംഗമത്തിന്റെ ഭാഗമായി മെയ് 18 തിങ്കളാഴ്ച 3 മണി മുതൽ പരിപാടി കഴിയുന്നതുവരെ കൊയിലാണ്ടിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. കാട് പിടിച്ചു കിടന്ന പുറമ്പോക്ക് സ്ഥലം നാട്ടുകാർ കൈകോർത്തപ്പോൾ മനോഹരമായ ഗ്രൗണ്ടായി. കളിസ്ഥലം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിൽ മന്നമംഗലത്തുകാർ. മന്നമംഗലം ബീച്ച് പരിസരത്ത് പാറപ്പള്ളിക്കും സ്വാമിയാർ കാവിനും സമീപത്തായി പുറമ്പോക്കായി കിടന്ന 50 സെന്റ് സ്ഥലമാണ് വാർഡ് കൗൺസിലറും നാട്ടുകാരും ഒരുമിച്ച് നിന്ന് അതിമനോഹരമായ ഒരു കളിസ്ഥലമാക്കി മാറ്റിയിരിക്കുന്നത്. മെയ് 16-ാം തീയതി കളിസ്ഥലം നാടിന് സമർപ്പിക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മെയ് 16-ന് ഫൈസ് ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. നവീകരിച്ച കടലൂരിലെ കുഞ്ഞിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അസർ നമസ്കാരത്തിന് തുറന്നുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. PK ഗ്രൂപ്പ് ചെയർമാൻ PK അഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പ്രസിഡന്റ് TK ഉമ്മർ അധ്യക്ഷനായി. ചേലിയ കഥകളി വിദ്യാലയത്തിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ കഥകളി പരിശീലന കോഴ്സിന്റെ പുതിയ ബാച്ച് ആരംഭിക്കുന്നു. പൂർണ്ണമായും സൗജന്യമായി നടത്തിവരുന്ന ഈ കോഴ്സ് മെയ് 31 ഞായറാഴ്ച ആരംഭിക്കും. 8 മുതൽ 25 വയസ്സ് വരെ പ്രായപരിധിയിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. A4 ഷീറ്റിൽ തയ്യാറാക്കുന്ന അപേക്ഷകൾ മെയ് 25-ന് മുമ്പ് കഥകളി വിദ്യാലയത്തിൽ ലഭിച്ചിരിക്കണം.